സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഒരു പാട്ട് പുറത്തിറക്കി അതില് സിഎമ്മിനെ പ്രകീർത്തിച്ചുള്ള പാട്ടെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു? വാർത്ത വന്നതല്ലേ, വാർത്തയിൽ വന്നാൽ പിന്നെ നമ്മളെ ശ്രദ്ധയിൽപ്പെടൂല്ലേ? അല്ല അത് ആരാന്നറിയില്ല, എനിക്കറിയില്ല ഏതാ. ഞാനാ പാട്ടെന്താണെന്ന് കേട്ടില്ല. അല്ല, ഇപ്പം വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേശം പുകഴ്ത്തൽ വന്നാൽ തന്നെ അതിന് വല്ലാത്ത അസ്വാസ്ഥ്യം നിങ്ങൾക്ക് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിന് എനിക്ക് സംശയമില്ല. എന്നാ അങ്ങനെയാണെങ്കിൽ പാട്ടുണ്ടാക്കിയ ആൾ എൻ്റെ അടുത്ത് വരട്ടെ, ഇതുവരെ വന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെയൊരു കാര്യം വരുമ്പം തന്നെ ഈ സകലമാന കുറ്റങ്ങളും എൻ്റെ തലയിൽ ചാർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അങ്ങനെ ആളുകൾക്ക് വല്ലാത്ത വിഷമം സ്വാഭാവികമായിട്ടുണ്ടാവും. അതങ്ങനെയേ കാണേണ്ടതായിട്ടുള്ളൂ. എങ്ങനെ അല്ല, നിങ്ങൾ കാണേണ്ടത് ഇതാണ്. ഈ പറയുന്ന തരത്തിലുള്ള വലിയ എതിർപ്പുകൾ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ ഭാഗമല്ലാതെ ഒരാൾ എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടർ എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണത്. അതല്ലാതെ ഞങ്ങളാരും വ്യക്തിപൂജക്ക് നിന്നു കൊടുക്കുന്നയാളല്ല. വ്യക്തിപൂജയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ആർക്കും നേടാനും കഴിയുന്നില്ല. അതാണ് ഞങ്ങളുടെ പൊതു സമീപനം. പക്ഷേ മറ്റതാണ് അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് ഓർക്കണം. ശിവഗിരി സന്യാസിമാർ ഈ ഷർട്ട് ഊരുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ആചാരം മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ആചാര പരിഷ്കരണ യാത്ര തുടങ്ങാൻ പോവാണ്. ദേവസ്വം ബോർഡ് നിവേദനം കൊടുത്തു. പക്ഷെ അതിനിടയിൽ തന്നെ അന്നത്തെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് NSSന്റെ ഒരു നിലപാട് സിഎമ്മിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ആചാരങ്ങൾ മാറ്റാൻ പാടില്ല. അതിൽ സ്വാമിയുടെ പ്രസ്താവനയിൽ എന്തിനാണ് മുഖ്യമന്ത്രി അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ഒരു വിമർശനം NSSന്റെ. ഇതില് ശിവഗിരി ഇങ്ങനെയൊരു സമീപനം സ്വീകരിക്കുന്നു, ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നു എന്നുള്ളത് പത്രവാർത്ത വന്നിട്ടുണ്ട്. അത് മാതൃകാപരമായ നിലപാട് തന്നെയാണ്. കാരണം ശിവഗിരി മഠം എന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള അതിന് ആധികാരികമായൊരു സ്ഥാനമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രത്യേകത എന്താണ്? നിലവിലുള്ള പലതിനെയും ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം നമ്മുടെ നാട്ടിൽ യഥാർത്ഥ സാമൂഹ്യ പരിഷ്കർത്താവായി പ്രവർത്തിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സന്യാസി വര്യനാണ് അദ്ദേഹം. അപ്പോൾ ഇന്നത്തെ കാലത്ത് നേരത്തെ ശ്രീനാരായണ ഗുരു എതിർത്ത പല കാര്യങ്ങൾ പോലും പുനഃസ്ഥാപിക്കുന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ മാതൃകാപരമായി ശിവഗിരി മഠം ഇടപെടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്, മാതൃകാപരമാണ്. അതിലൊരു പ്രശ്നവും ഇല്ല എന്നാണ് ഞാൻ കാണുന്നത്. അത് നിങ്ങളധികം വിഷമിക്കണ്ട, അത് ആ സമയത്ത് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഓരേ അല്ല, ഇത് സാധാരണ നിലക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല നിർവഹിക്കാൻ ഏറ്റവും കഴിവുറ്റ ഒരാളെ നോക്കുകയാണല്ലോ സർക്കാർ ചെയ്യുക. അങ്ങനെയുള്ള ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയെ കണ്ടെത്തി എന്നുള്ളതല്ലാതെ അതിനകത്ത് മറ്റ് യാതൊരു കാര്യവുമില്ല. അപ്പോൾ നമുക്കിവിടെ നിർത്താം അല്ലേ? ശരി.